ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അപ്പാർട്ട്മെൻറ്റ് തിരഞ്ഞു വലഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ അപ്പാർട്ട്മെൻറ്റിൻ്റെ തിരയിലൊക്കെ നിർത്തിയെടുത്തുനിന്ന് തന്നെ നമുക്ക് ഇന്ന് തുടങ്ങാം. അവസാനം നമ്മൾ തിരഞ്ഞെടുത്തത് ഈ അപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ചൊവ്വാഴ്ചയായിരുന്നു ഹോട്ടലിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ടത്. കാരണം കമ്പനി നമുക്ക് 15 days ആണ് തരിക. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ് വേഗം തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളത് അത്യാവശ്യമായിരുന്നു. അവസാനം ഞായറാഴ്ചയാണ് ഞങ്ങളിത് തീരുമാനിച്ച് നമുക്ക് ഇങ്ങോട്ട് പോരാന്നുള്ളത്. അവസാനം അപ്പാർട്ട്മെൻറ്റ് തീരുമാനമായ ഒരു ആശ്വാസത്തിൽ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. അതുവരെ ഒരു തലവേദന തന്നെയായിരുന്നു ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് തിരയൽ എന്ന് പറയുന്നത്. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ബാക്കിയുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഹോട്ടലിലേക്ക് തന്നെ പോവുകയാണ്. ഇന്നാണ് നമ്മൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുന്ന ദിവസം. എല്ലാം അതാ ഏകദേശമൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതങ്ങനെ നമ്മൾ കാറിലേക്ക് എടുത്ത് വയ്ക്കുക, പോവുക എന്നുള്ള ഒരു പരിപാടിയേ ഉള്ളൂ. ഞങ്ങൾ ഇന്ന് തൽക്കാലത്തേക്ക് ഒരു കാറ് വാടകയ്ക്ക് എടുത്തിരിക്കുക. ഇതെല്ലാം നമുക്ക് കൊണ്ടുപോയി വെക്കണമല്ലോ. എന്നാൽ തന്നെ നമുക്ക് ഒരു 2 ട്രിപ്പ് അടിക്കേണ്ടി വരും. ഞങ്ങൾ കുറച്ചായിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് കാറിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ്. ഇതാണ് നമ്മൾ വാടകയ്ക്ക് എടുത്ത കാറ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കേട്ടോ നമ്മൾ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. അതിന് തന്നെ $85-90 വരും. Say bye. ഇനി ഞങ്ങൾ നേരെ പെവിലിയൻ അപ്പാർട്ട്മെന്റിലേക്കാണ്. ഇതായിരുന്നു നമ്മൾ താമസിച്ച, അതായത് ഒരു 15 ദിവസം നമ്മൾ താമസിച്ച ഹോട്ടല്. Turn left. Turn left. Then you will arrive at your destination. ഞങ്ങളിനി വീട്ടിലേക്ക് കയറാൻ പോവാണ്. അവരൊരു ബാഗൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ. ഈ കാണുന്ന അപ്പാർട്ട്മെൻറ്റിലാണ് ഇനി നമ്മൾ താമസിക്കാൻ പോകുന്നത്. ഇതിലെ 3ാമത്തെ ഫ്ലോറാണ്, ഏറ്റവും മേലെയാണ് നമ്മൾ താമസിക്കുന്നത്. സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ വീട്. പക്ഷെ ഇവിടെ ഉള്ളൊരു 3rd ഫ്ലോർ എന്നാണ് കേട്ടോ പറയാം. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇതാണ് ഹാള്. കിച്ചൺ ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. കയറി വരുന്നിടത്ത് ഷൂസൊക്കെ വെക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കോട്ടൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. കിച്ചൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് വാഷിംഗ് മെഷീനും ഡ്രയറും വരുന്നത്. അതിൻ്റെ അടുത്തും കുറച്ച് സ്പേസ് ഉണ്ട്, നമുക്ക് വല്ല സാധനങ്ങളും വേണമെങ്കിൽ വെക്കാം. ഇതാണ് നമ്മുടെ കിച്ചൺ. ഡിഷ് വാഷറും ഫ്രിഡ്ജും ഓവനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത കാനഡ പോലുള്ള എല്ലാ ഗ്യാസ് സ്റ്റൗവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഹാള്. ഈ ഫാന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നമ്മുടെ ഇന്ത്യത്തെ ഒരു ഫീല് കിട്ടുന്ന പോലെ തോന്നും, എന്താണെന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ബെഡ്റൂമിൽ തന്നെ നമുക്കൊരു ബാൽക്കണി വരുന്നുണ്ട്. ഇത് ടോയ്ലറ്റ്. പിന്നെ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ ഡ്രസ്സൊക്കെ വെക്കാനുള്ള സ്ഥലം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, കുറച്ച് സ്പേസ് ഉണ്ട്. ഇനി നമ്മൾ നേരെ ബാൽക്കണി. ഞങ്ങൾക്ക് ബാൽക്കണി ഉള്ളത് വലിയൊരു ആശ്വാസമായി കേട്ടോ. കാരണം നമുക്കൊരു കുറച്ച് ശുദ്ധമായി കിട്ടണമെന്ന് തോന്നിച്ചാൽ നമുക്കൊന്ന് ഇറങ്ങി നിൽക്കാമല്ലോ. ഇതാണ് ബാൽക്കണി.
വന്ന ഉടനെ തന്നെ ഞാൻ എല്ലായിടത്തും സൂക്ഷ്മ പരിശോധന നടത്തുകയാണ് കേട്ടോ. പ്രജേട്ടൻ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. നമ്മുടെ ടേബിളൊന്നും എത്തിയിട്ടില്ല, അതുകൊണ്ട് പ്രജേട്ടന് കുറച്ച് കഷ്ടമാണ്. നിലത്തിരുന്ന് തന്നെ വർക്ക് ചെയ്യണം. ഹാളിൽ നിന്ന് ഒരു സ്റ്റെപ്പ് കണ്ടില്ലേ, ആ സ്റ്റെപ്പ് നേരെ കയറി പോകുന്നത് ഇതാ ഇങ്ങോട്ടാണ്. ഇവിടെ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട്, നമുക്ക് ഓഫീസ് റൂമായിട്ട് യൂസ് ചെയ്യാം. ഇനി മുതൽ പ്രജേട്ടൻ്റെ ഓഫീസ് റൂം ഇവിടെയാണ്. എല്ലായിടത്തും കാർപ്പറ്റ് തന്നെയാണ്. കിച്ചണിലും ടോയ്ലറ്റിലും മാത്രമേ കാർപ്പറ്റ് അല്ലാത്തുള്ളൂ. നമ്മളിൽ ഉള്ള പാത്രങ്ങൾ എല്ലാം എടുത്ത് വെക്കണം. കുറച്ച് പാത്രങ്ങളെ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ളൂ, അതെല്ലാം ഇതിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. പെട്ടി പൊട്ടിച്ചു. കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരാൾ ഇവിടെ ചിപ്സ് കഴിക്കൽ തുടങ്ങി. നെക്സ്റ്റ് ഡേ ഞങ്ങൾ നമ്മുടെ ക്യാൻഡേത്തെ സാധനങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇന്ന് നമ്മുടെ ക്യാൻഡേത്തെ സാധനങ്ങളൊക്കെ വരും. അപ്പോൾ അവർ താഴെ എത്തിയിട്ടുണ്ട്. നാളെ ഞാൻ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഞങ്ങളുടെ ഈ പുതിയ വീട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബായ്.